നഹാസ് ഹിദായത്തിൻ്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലുള്ള സിനിമ. ആ സിനിമ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്രെയിലറിനെക്കുറിച്ച് സംസാരിച്ചാലോ? നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം എന്ന സിനിമ ഈ മാസം റിലീസാവുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സിനിമ എന്താ പറയുക, ഒരു 3 വർഷം ശേഷം ദുൽഖർ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന സിനിമയാണ്. 2023 കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ദുൽഖറിൻ്റെ കരിയറിൽ വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡയറക്റ്റായിട്ട് ഒരു മലയാള സിനിമ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇത് അദ്ദേഹം 3 വർഷം ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം എന്താ പറയുക, ലോക സിനിമയ്ക്ക് ഇതൊരു ക്യാമിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ ഡയറക്ടർ ഒരു മൂവിയാണ്. അദ്ദേഹം തന്നെ സിനിമ പ്രൊഡ്യൂസും ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയുടെ ഡയറക്ടർ നോക്കി നമ്മൾ RDX എടുത്ത സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ആൻഡ് ഈ സിനിമയുടെ ആ ഒരു ട്രെയിലർ കാണാൻ നേരത്ത് ഭയങ്കര പോഷായിട്ടുണ്ട്, ഭയങ്കര ഹൈ ബഡ്ജറ്റ് ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ ബേസ് ചെയ്ത് പോകുന്നത് ഗാംബ്ലിങ്ങിനെയും ബെറ്റിങ്ങിനെയും പറ്റിയുള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ വളരെയധികം വരാത്ത ഒരു ജോണറാണ് ഈ ഗാംബ്ലിംഗ് ബെറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ. റെയറായിട്ടുള്ള സിനിമകൾ മാത്രമേ കാണത്തുള്ളൂ. സോ അതിനെ ബേസ് ചെയ്യുന്ന സിനിമ എടുത്തുകൊണ്ട് പോകുന്നതാണ് ട്രെയിലർ കാണാൻ മനസ്സിലാവുന്നത്. എന്താ പറയുക, പോർഷായിട്ട് നമ്മുടെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് കിട്ടിയിരിക്കുന്നത്. സിനിമ അങ്ങനെ തന്നെ ആയിരിക്കാം, ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ആക്ഷൻ പാക്ഡ് ആയിരിക്കും എന്നും നമുക്ക് ട്രെയിലർ കാണാൻ മനസ്സിലാവുന്നുണ്ട്. ഓഫ്കോഴ്സ് RDXൻ്റെ ഡയറക്ടറാണ് ചെയ്യുന്നത്. ആൻഡ് അതുമാത്രമല്ല, ദുൽഖർ സൽമാനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓണം റിലീസിനെത്തുന്ന ഒരു സിനിമയാണ്. ഓണം റിലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം റിലീസ് ഓൾറെഡി പാക്ഡ് ആയിട്ടുള്ള ഒരു മാസമാണ്. ഒരുപാട് സിനിമകൾ ഓണത്തിന് വരുന്നുണ്ട്. ഐ ആം ഗെയിം, എനിക്ക് തോന്നുന്നു ഐ ആം ഗെയിം എന്ന സിനിമ കേരളത്തിൽ നല്ലൊരു കളക്ഷൻ നേടാൻ ചാൻസ് ഉള്ളൊരു സിനിമയും കൂടെയാണ്. സോ നമ്മൾ ട്രെയിലറിൻ്റെ അകത്തേക്ക് വരികയാണ് എങ്കിൽ ഈ ട്രെയിലർ കാണാൻ നേരത്തെ എനിക്ക് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് വൂഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന സിനിമ ടക്കനെ മനസ്സിൽ വന്നു. എന്താണെന്ന് എനിക്കറിയില്ല, കാരണം രണ്ട് ഇതാണ്. അത് സ്റ്റോക്കിനെ പറ്റിയാണ്, ഇത് ഗാംബ്ലിംഗ് ആണ്. ആൻഡ് ഓഫ്കോഴ്സ് ഈ ഹോളിവുഡിൽ ഒരുപാട് സിനിമകൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബെറ്റിങ്ങിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ബെറ്റിംഗ് അതുപോലെ തന്നെ ഈ ഒരു ബേസിസിനെ ബേസ് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ വന്നിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറും ബേസിക്കലി ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന രീതിക്കാണ് അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. സോ ഈ സിനിമ കണ്ട് തന്നെ അറിയണം ഈ സിനിമ എന്താണ് തരാൻ പോകുന്നതെന്ന്. ഒരു പക്ക പാക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടോ? നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ദുൽഖർ സൽമാൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും ചാൻസ് വളരെ കൂടുതലാണ് മലയാളത്തിൽ. ആൻഡ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു മലയാള സിനിമ, ഡയറക്റ്റ് മലയാള സിനിമയാണ്. ഇതൊരു പാൻ സിനിമ തന്നെയാണ്. സിനിമ ബാക്കിയുള്ള ഇന്ത്യൻ ലാംഗ്വേജിലും സിനിമ റിലീസ് ആവുന്നുണ്ട്. സോ ഒരു ഹൈപ്ഡായിട്ടുള്ള, അത്യാവശ്യം നല്ല ഹൈപ്പുള്ള ഒരു സിനിമയാണ് ഐ ആം ഗെയിം എന്നുള്ളത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഏതെങ്കിലും സിനിമകൾ മൈൻഡ് വന്നിട്ട് അത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ബൈ.